വെറുതെ ഇരിക്കുവായിരുന്നു. മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ പറ്റി? എന്തേലും എന്നോട് പറയാനുണ്ടോ? ആ മുള്ളന്റെ ഒരു ശക്തി ഇല്ലല്ലോ. എനിക്കൊന്നും പറയാനില്ല. എനിക്കെന്ത് പറയാനാ? ഞാനിങ്ങനെ അമ്മാവന്റെ കാര്യം ഇങ്ങനെ എന്താടി കുറെ നേരം കഴിഞ്ഞിട്ട് വന്ന് പറയരുത് ലില്ലി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ചേച്ചിയുടെ മോങ്ങളുടെ എന്തോ ഒരു രഹസ്യം ആരോടോ പറയാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെമ്പുന്ന പോലെ. അതല്ല, ഇപ്പൊ ഈ അമ്മാവന്റെ കാര്യമേ നമ്മള് രണ്ടുപേരും മാത്രല്ലേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് കനകനോടും ക്ലീറ്റോനോടൊക്കെ ക്ലീറ്റോനോട് പറയണ്ട, കനകനോട് പറയാതിരിക്കുന്നത് മോശമല്ലേന്ന് ഞാനിങ്ങനെ ആലോചിച്ചതാ. അപ്പൊ ചേച്ചി ഇത് ഏട്ടനോട് പറഞ്ഞു? അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ് ഈ ഞെട്ടല് കാണുമ്പോഴറിയാൻ പറഞ്ഞു. ഞാൻ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യം പറയലില്ല. നീ പറഞ്ഞിട്ടുണ്ടാവും. ആരോട്? കനകനോട്. പിന്നെ അമ്മായി അത്രയും കാര്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പറയുമോ? അപ്പൊ നീ ക്ലീറ്റോനോട് പറഞ്ഞിട്ടുണ്ട്? ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ചേച്ചിനെ തീരെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലടി. ശരിക്കും പറഞ്ഞാലില്ലേ, ഈ ചീര ഒരു ഇച്ചിരി പറിച്ചോണ്ട് പോയിന്ന് വെച്ചാൽ ഈ അമ്മാവൻ എന്തിനാ ബഹളം വെക്കാൻ? ഇച്ചിരി അല്ലല്ലോ പറിച്ചത്. പിന്നെ അമ്മാവൻ അത് വെറുതെ കണ്ട് രസിക്കാൻ വേണ്ടിട്ട് വളർത്തുന്നതല്ല, വിൽക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? നാട്ടുകാരെ അടിക്കാൻ പിടിച്ചിട്ടേ സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങനെ പോരേണ്ടി വരും. വേറൊരു കാര്യമുണ്ട്, അമ്മായി ഇപ്പൊ നമ്മളോട് പറഞ്ഞു ഇവരോട് രണ്ടുപേരും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും നമ്മൾ പറയേണ്ടതാണ്. പക്ഷെ നമ്മള് പറയണ്ടെന്ന് പറഞ്ഞ കാര്യം നമ്മളെ പറയണ്ട. എനിക്ക് അവരോട് പറയാഞ്ഞിട്ടൊരു വെപ്രാളമൊക്കെ ഉണ്ട്. പിന്നെ പറയാൻ എനിക്ക് തോന്നി, നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി നിനക്ക് ഏതോ വിഷമം ഉള്ളിൽ ഉണ്ട്. അവനോട് പറഞ്ഞാലോ? വേണോ? കപ്പലുണ്ട്. എന്ത് അമ്മാവനും അമ്മയുടെ പതിവില്ലാതൊരു വരവ്? പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ വലിയ കാര്യമാണോ? അല്ല, ഇന്നലെ കനകമച്ചമ്മേനെ വിളിച്ചപ്പോ അമ്പലത്തിൽ പോകുമെന്നോ എന്തോ തിരക്കാ, ഒരാഴ്ച കഴിഞ്ഞാൽ വരത്തുള്ളതുകൊണ്ട് പറയുന്ന. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. മാറ്റി വെച്ചെന്ന് തോന്നുന്നു. അമ്പലം മാറ്റി വെച്ചത് അല്ല, അവരുടെ പോക്ക് മാറ്റി വെച്ചു. അമ്മാവൻ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? എന്തോ പിന്നെ ചീരത്തോട്ടം തന്നെ. അത് പിന്നെ കുറച്ചും കൂടെ വിപുലമാക്കാൻ പോണം. അതെ, ചീര പരിപാടി നിർത്തിയിട്ട് ഇപ്രാവശ്യം കപ്പ ഇറക്കുവാന്നാണല്ലോ പറഞ്ഞത്. ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. കട്ടൻ ചായ ഇരിപ്പുണ്ടോ ചേച്ചി? എനിക്കൊരു ഗ്ലാസ് എടുത്തോണ്ട് ഇല്ല, വേണ്ട. അല്ല, ഞാൻ അങ്ങോട്ട് വരാൻ. ചീരയുടെ ബിസിനസ് അങ്ങനെ വേണ? ഇത് രണ്ടെണ്ണം കൂടെ എടുത്തു. അല്ല, ഇത് പറ ചീരയുടെ ബിസിനസ്. ചേച്ചി എനിക്ക് മധുരം വേണ്ടേ? കള്ളികളെ